ഏവർക്കും നമസ്കാരം. ചുള്ളിക്കാരൻസ് ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലാണ്. മാർ തോമസ് ലീഗയുടെ ഒരു അനുഗ്രഹ സാക്ഷ്യം ലഭിച്ച ഏറ്റവും നല്ല സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. കനകമല കുരിശുമുടിയിലെ എല്ലാ വെള്ളിയാഴ്ചയും ആണ് തീർത്ഥാടകർ വന്ന് കയറുന്നത്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കനകമലയിലെ 5ാം സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരുന്നത്. അതായത് കനകമല കുരിശുമുടിയിലെ 2ാമത്തെ വ്യൂ പോയിന്റ്. അതായത് 1ാമത്തെ വ്യൂ പോയിന്റാണ് ഏറ്റവും ടോപ്പിൽ, 2ാമത്തെ വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചാലക്കുടി പള്ളി, ചൗക്കപ്പള്ളി, എല്ലാ പള്ളിയും, അതായത് കനകമല പള്ളി. അതായത് ഈ ഫോറോണയുടെ കീഴിൽ വരുന്ന എല്ലാ പള്ളിയും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ 14ാം സ്ഥലത്തേക്ക് എത്താൻ പോകണേ. 14ാം സ്ഥലം കയറി വരുമ്പോൾ തന്നെ വയ്യാണ്ടായിട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറാനുണ്ട്. നമ്മുടെ കുരിശുമല കയറണ മാതിരി അത്ര ഈസി അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുരിശുകൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കനകമല കുരിശുമുടിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം എല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞത് എല്ലായിടത്തും ചെന്നിരിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ്. ഇത്തരം നമ്മുടെ മല കയറി വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. 2 മിനിറ്റ് തന്നെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ബോഡി ഫുൾ ഓഫ് പോസിറ്റീവ് മൈൻഡ്. അതേമാതിരി തന്നെ ഒരു ദൈവികമായ സ്ഥലത്തിൻ്റെ ഒരു വൈബ് ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കുരിശിൻ്റെ ചുറ്റും ഗ്രിൽഡ് വെച്ചിട്ടുണ്ട്. കുരിശിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്നത്. അങ്ങനെ എന്താ പറയുക, പല പുരാതനമായ കേസുകളും അതേമാതിരി തന്നെ ഇപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഈ അടുത്ത് തന്നെ കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവർക്കും പല രോഗശാന്തികളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പലരുടെയും ഒരു ജീവിതം മാറ്റിമറിച്ച ഒരു മലയാണ് കനകമല കുരിശുമുടി.